നമ്മുടെ വീട്ടിൽ ഫാമിലിയായിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് വൺ തൃശ്ശൂർ ആയതുകൊണ്ട് മാത്രം തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് എല്ലാ കൊല്ലം പോകാറുണ്ട്. അത് ഫാമിലിയായിട്ടാണ് പോകാറ്. അങ്ങനെ നാലാൾക്കും കൂടി പോകാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചിരുന്നത്. പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാനിങ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ചേട്ടന് മാത്രമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമായിട്ട് അങ്ങ് പോകാമെന്ന്. അപ്പം ഞാൻ ചേട്ടനും കൂടി ഒരു 10 മണിക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി അത് ക്ലോസ്ഡ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കാണിച്ചിരുന്ന ടൈം 10 മണിയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടൈം കണക്കാക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 50 രൂപയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കണ്ടത് ടോയ്സ് ആയിരുന്നു. പിന്നെ ചേട്ടൻ അവിടെ തന്നെയായിരുന്നു. പിന്നെ കുറേ ബാംഗിൾസ്, ഇയറിങ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എനിക്ക് തോന്നിയത് ബെഡ്ഷീറ്റിനൊക്കെ വില കുറവുണ്ട് കേട്ടോ. പക്ഷേ നമ്മളതിൽ പൈസ ഉണ്ടായിരുന്നില്ല. കാരണം 500 രൂപ വെച്ചിട്ടാണ് ഞങ്ങളിത് കാണാൻ വേണ്ടി പോണത്. കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു, പഴയകാല മിഠായികളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരു ചെറുത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്ലാന്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഫ്ലവറല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നടന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടത്. അവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നേരം നിന്നത് തന്നെ. നിങ്ങളൊരു ആനിമി അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ഫാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ എത്തുമ്പോൾ നിൽക്കും. ഇതിലാണെന്നുണ്ടെങ്കിൽ അയൺമാൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചിൻചാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡീമൺ സ്ലെയർ, വൺ പീസ്, പിന്നെ നമ്മുടെ നാരുട്ടോ സീരീസ്, ഇതിലെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് നോക്കി നിന്നതേ ഉള്ളൂ, ഒന്നും വാങ്ങിയില്ല. കാരണം 220 രൂപയാണ് വരുന്നത് ഒരെണ്ണത്തിന്. അതുകൊണ്ട് തന്നെ നല്ല സങ്കടത്തിലങ്ങ് നടന്ന് നീങ്ങി. പിന്നെ അവിടെ മത്സ്യകന്യകയുടെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ 2 ആൾക്ക് 100 രൂപയാണ് വരുന്നത്. നമ്മളതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നടന്ന് പോയപ്പോൾ ISROൻ്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി റോക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അതിൻ്റെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എഴുതി വെച്ചെന്ന് മീൻസ് അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഡീറ്റെയിലൊക്കെ. പക്ഷെ അത് വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ചേട്ടൻ റോക്കറ്റ് പോകുന്ന പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുതിരയുടെ തല, അതേപോലെ തന്നെ ആനയുടെ തലയൊട്ടി, പിന്നെ വാരിയെല്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ കുറേ എന്താ പറയുക, കോഴികളുടെ വെറൈറ്റീസ്, എലികൾ, മുയലുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു ആടിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ആടിൻ്റെ കൂട്. പക്ഷെ അവിടുത്തെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ഞാൻ കണ്ടു എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനെ. കണ്ടില്ലേ നിങ്ങൾ? പിന്നെ നടന്ന് കുറച്ചും കൂടെ ഒന്ന് നീങ്ങിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. വലിയ മുട്ട തൊട്ട് ചെറിയ മുട്ട വരെ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെനിക്കൊരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങേര് നല്ല ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരൻ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുടെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. ഈ കർഷകരുടെ സാധനങ്ങളൊക്കെ വെക്കുന്നൊരു സംഭവം, അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി, ബസ്സൊക്കെ പിടിച്ച് നേരെ വീട്ടിൽ വന്നു.